പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിവിടെ വന്നത് ഒരു മോക്ക് വേണ്ടിയിട്ടാണ്. ആ മോക്ക് വേണ്ടി ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ മോക്ക് അവൾ 3-ാം വർഷം കഴിഞ്ഞു, 4-ാം വർഷമാണ്. ഇനി 6 മാസത്തോടെ ഉള്ളൂ പരീക്ഷ, അല്ല ക്ലാസ്. അവളെ പരീക്ഷ എഴുതിക്കുന്നില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കാരണം എത്ര കൊടുക്കാനുണ്ട്? 390 കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ അവരെ, കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഞാൻ വിളിച്ച് പറഞ്ഞു, കുഞ്ഞിനെ പരീക്ഷ എഴുതിക്കണം, ഈ പൈസ ഞങ്ങൾ അടച്ചു തീർക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ആ കുഞ്ഞിനെ പരീക്ഷ എഴുതാനായിട്ട് പറ്റിയത്. ഇപ്പം ഞാൻ ആ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. ഈ വീട്ടുകാർ താമസിക്കുന്നത് ഒരു ഗോഡൗണിൽ. ഇതൊരു ഗോഡൗണാണ്, ഒരു ചെറിയ വാടകയ്ക്കാണ്. ഇവിടെ കാണുന്ന ഫർണിച്ചറുകളൊക്കെ മിക്കതും ഓണറിൻ്റെ ഇത് തന്നെയാണ്. ഇവർ ബോംബെയിലായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. പക്ഷെ അവിടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് കോവിഡ് കാലത്ത് തിരിച്ച് പോകേണ്ട സാഹചര്യങ്ങൾ വന്നു. അപ്പോൾ ഈ കുഞ്ഞിന് ഫീസ് അടയ്ക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ സംസാരിക്കും. ദയവായിട്ട് കേൾക്കണേ. എൻ്റെ പേര് സുനി. ഞാനിവിടെ പത്തനാപുരത്താണ് താമസിക്കുന്നത്, കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള. എനിക്കിപ്പം ഞാൻ ഈ പാസ്റ്റങ്ങൾ എനിക്ക് വേണ്ടി വീഡിയോ ഇടുന്നത് തന്നെ എൻ്റെ ഫീസിനെ സംബന്ധിച്ചാണ്. കുറേ നാൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് അമ്മ അപ്പ ഫസ്റ്റ് ഇയറിലെ ഫീസൊക്കെ അടയ്ക്കുവാനൊക്കെ ഇടയായത്. അതൊക്കെ ദൈവകൃപ മാത്രമാണ് നടന്നത്. പക്ഷേ ഇപ്പം സെക്കൻഡ് ഇയർ മുതലുള്ള ഫീസ് അടച്ചിട്ടില്ല. എൻ്റെ സെക്കൻഡ് ഇയർ, തേർഡ് ഇയറും ഇനി ഫോർത്ത് ഇയറിൽ എക്സാം എഴുതിക്കണമെങ്കിൽ ഫീസ് അടയ്ക്കാതെ എഴുതിപ്പിക്കത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് ഇയറും അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവർ ലാസ്റ്റിൽ എഴുതിപ്പിച്ചു. തേർഡ് ഇയർ ഒട്ടും എഴുതിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞപ്പം പാസ്റ്ററുകൾ എൻ്റെ ഡയറക്ടർ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടാണ് എന്നെ എക്സാം എഴുതിപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പം ഒത്തിരി വിഷമമൊക്കെ ഉണ്ടായി. കാരണം കൂട്ടുകാർക്കൊക്കെ ഫീസൊക്കെ അടച്ച് അവർ എക്സാമൊക്കെ ഹോൾ ടിക്കറ്റ് അവർ കയ്യിരിക്കുമ്പോൾ ഞാൻ അന്നേരം സാറിൻ്റെ കേബിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. അപ്പം ഒരുപാട് സങ്കടം ഉണ്ടായപ്പോഴത്തേനാണ് ഞാൻ പാസ്റ്ററുകളിനെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാനിടയായി. പാസ്റ്ററുകൾ സംസാരിച്ചിട്ടാണ് പാസ്റ്ററുകൾ പറഞ്ഞു എങ്ങനെയെങ്കിലും ഫീസ് അടയ്ക്കാം, ഇപ്പോഴത്തേനെ എഴുതിപ്പിക്കുന്നത് പറഞ്ഞിട്ടാണ് എന്നെ തേർഡ് ഇയറിൻ്റെ എക്സാം എഴുതിപ്പിച്ചതും. എക്സാം എഴുതിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. ഇനി ഫോർത്ത് ഇയറിൽ എക്സാം എഴുതിക്കണമെങ്കിൽ തന്നെ എനിക്ക് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറിൻ്റെയും ഫീസ് അടയ്ക്കാതെ അവർ എക്സാം എഴുതിപ്പിക്കത്തില്ല. എന്ത് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. അമ്മയപ്പം കൂലിപ്പണിയാണ് ചെയ്യുന്നത്, നല്ല കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് തന്നെ. എനിക്ക് വേണ്ടി ആരെങ്കിലും സഹായിക്കണം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ദൈവനാമത്തിൽ തീരുമാനം എടുക്കുക. എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. എത്ര രൂപ ഫീസ് അടയ്ക്കാറുണ്ട് മോനെ? ഇനി എനിക്ക് 3,900,000 രൂപയുണ്ട്. 3,900,000 90,000 3,90,000 രൂപയുണ്ട്. ഓക്കെ, ദൈവം മോക്ക് വേണ്ടി ഒരു വഴി തുറക്കും കേട്ടോ. ഓക്കെ, നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മോളെ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞാൻ വിജയനഗർ കോളേജിൽ. എവിടെ? ബാംഗ്ലൂർ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മോള് ഭാരപ്പെടണ്ട കേട്ടോ. മോള് ഭാരപ്പെടണ്ട. മോളെപ്പോലെ ഒരുപാട് പേരെ നമുക്ക് പഠിപ്പിക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം മോക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഒത്തിരി പപ്പമാരും അമ്മമാരും വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും മോക്ക് വേണ്ടി കൈകൾ തുറക്കും, മനസ്സ് തുറക്കും, ഒരു പ്രാർത്ഥിക്കും കേട്ടോ. ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്നൊക്കെ നമുക്കൊരു വിഷമം വരും. പക്ഷെ ഒരിക്കലും നമ്മുടെ കർത്താവ് നമ്മളെ കൈവിടത്തില്ല. നിങ്ങൾ ഏത് ചർച്ചിലാണ് പോകുന്നത്? ഞങ്ങൾ WME ചർച്ചിലാണ് പോകുന്നത്. ഓക്കെ, ഒരിക്കലും ദൈവം നിങ്ങളെ കൈവിടത്തില്ല കേട്ടോ. ഒറ്റയ്ക്കാണെന്നൊരു ഇത് വേണ്ട. എനിക്കറിയാം, നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിച്ചിട്ടുള്ളതുകൊണ്ട് അവരനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം, ഒരുപാട് നന്നായിട്ടറിയാം. എനിക്ക് ക്ലാസ്സിൽ
സമയത്ത് ഫീസ് അടച്ചില്ലെങ്കിലും ഒക്കെ എല്ലാവരും കുറച്ചുകൂടെ നല്ല ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും പൈസ കൊടുക്കാനുണ്ടായിട്ട് ഫസ്റ്റ് ഇയർ മാത്രമല്ല അടച്ചുള്ളൂ. അത് എത്ര അടച്ചേ? 2,30,000 രൂപ അടച്ചു. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പക്ഷേ ബാക്കിയുള്ള പൈസകൾ നിങ്ങൾ പിന്നെ കൊടുത്തെങ്കിലേ പരീക്ഷ എഴുതിക്കത്തുള്ളൂ, അത് ഉറപ്പാണ്. കാരണം അവർക്കും ആ സ്ഥാപനത്തിനൊത്തിരി ചിലവുകളുണ്ട്. അധ്യാപകർക്ക് പൈസ കൊടുക്കണം, പിന്നെ ഹോസ്റ്റൽ വാടകയ്ക്കാണ്, അതിനൊക്കെ അവർ പൈസ കൊടുക്കണം. അതിനൊക്കെ അവർക്ക് ഒത്തിരി ചിലവുകളുണ്ട്. നമുക്ക് അവരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം അവരും ഒരുപാട് ചിലവൊക്കെ നടത്തിയാണ് അത് നടത്തുന്നത്. ഓക്കെ മോളെ, ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ. മോളുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണ്? എൻ്റെ അക്കൗണ്ട് യൂണിയൻ ബാങ്കിലാണ്. ഓക്കെ. യൂണിയൻ ബാങ്ക് ഏത് ബ്രാഞ്ചാ? പത്തനാപുരം ബ്രാഞ്ച്. ബാങ്കിൻ്റെ പേരെന്താ? അല്ല സോറി, പത്തനാപുരം ബാങ്ക്. മോളുടെ പേരെങ്ങനെ അതിനകത്ത് കിടക്കുന്നത്? എൻ്റെ പേര് സുനി സുധർമ്മൻ എന്ന്. സുനി സുധർമ്മൻ അല്ലേ? ഓക്കെ മോനെ. ഈ കുഞ്ഞിൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രം പൈസ അയച്ചാൽ മതി ദയവായിട്ട്. ഈ കുഞ്ഞിൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രം അയച്ചാൽ മതി. ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ താമസിക്കുന്നത് പത്തനാപുരം പുറകുന്തു പഞ്ചായത്തിൽ 14-ാം വാർഡിൽ പള്ളിമുക്ക്, പത്തനാപുരം പള്ളിമുക്ക് കിഴക്കേ ഭാഗം. ഞങ്ങളവിടെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ്. ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് ഞങ്ങൾ കുറച്ചു കാലം മുമ്പിലായിരുന്നു. എൻ്റെ ഭർത്താവ് പെയിൻറ്റിങ്ങിൻ്റെ ജോലിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം പുള്ളിക്ക് സുഖമില്ലാതെ വന്നു. പുള്ളിയുടെ ചികിത്സയ്ക്കായിട്ടൊക്കെ കടന്നു വന്നതാണ്. പിന്നീട് കോവിഡ് ആയത് കാരണം തിരിച്ചു പോകാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതാണ് ഞങ്ങൾ ഈ ദേശത്ത് വന്നത്. ഇത് കുഞ്ഞുങ്ങളെ അവർ പഠിക്കുന്നവരാണ്, അവരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പഠിക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. സാമ്പത്തികമായി വളരെ കഷ്ടതയുടെ നടുവിലൂടെ ഒരു ഭവനമോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഞങ്ങൾ വളരെ കഷ്ടതയോടെ ജീവിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ഫീസ് ഞങ്ങൾക്ക് ലോണോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീടോ സ്ഥലമോ വല്ലതും ഉണ്ടോ? ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. ഞങ്ങൾ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വിട്ടു. പക്ഷേ പിന്നെ ലോണ് കിട്ടും എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടപ്പം ഞങ്ങൾ വിട്ടു. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പം വീട് സ്ഥലമൊന്നും ഇല്ലാത്തവർക്കൊന്നും ലോണ് കാര്യങ്ങളൊന്നും ശരിയാക്കി തരത്തില്ല എന്ന് അറിയാനിടയായി. അങ്ങനെ ഞങ്ങൾ പല ബാങ്കുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടും കാര്യങ്ങളൊന്നും നടന്നില്ല. ഒരു വർഷത്തെ ഫീസ് എങ്ങനെയൊക്കെയോ അടച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല. 3,90,000 രൂപ അടയ്ക്കാനുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഇളയ മോനും പഠിക്കുന്നു, അവനെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മുൻപോട്ടെങ്ങനെയാണ്? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ താമസിക്കുന്ന. വീട്ടിൽ പോലും വാടക കൊടുക്കാനും ഞങ്ങൾക്ക് വല്ലാത്ത പ്രതിസന്ധിയുടെ കടന്നു പോകുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ച് രക്ഷപ്പെടുത്താൻ നല്ല മനസ്സോടെ ദൈവം നിങ്ങളെ എവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൈവിടരുത് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവനാമത്തിൽ ഞങ്ങളെ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് താഴ്മ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.